ഗുഡ് ഈവനിങ് എവരി വൺ. പ്രിയ വിദ്യാർത്ഥിനികൾക്ക് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെലൻ കെല്ലർ എന്ന ലെസണാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു പോയമിലെ ഏതെങ്കിലും വരികളാണ്. ലൈഫ് ഇസ് എ സ്ട്രീം ഓഫ് ലവ് ആൻഡ് ഫ്ലോസ് ജെന്റ്ലി, ബട്ട് വെൻ ബോൾഡേഴ്സ് ബ്ലോക്ക് ദ സ്ട്രീം ആൻഡ് സ്ലോ ദ ഫ്ലോ, വിത്ത് ഗ്രിറ്റ് ഇറ്റ് വിൽ ബ്രേക്ക് ദ റോക്ക് ആൻഡ് ഫ്ലോ ഓൺ. അല്ലേ? അപ്പം നമ്മൾ സ്നേഹം ഒരു അരുവി പോലെയാണ്. അത് മാന്യമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകം വരികയാണെങ്കിൽ പാറക്കെട്ടുകളെ പോലും തകർത്തുകൊണ്ട് ആ ഒരു സ്നേഹധാര മുന്നോട്ട് പോകും എന്നാണ് ആദ്യ വരികളിലൂടെ പറയുന്നത്. ഇനി നമുക്ക് ഹെലൻ കെല്ലറുടെ ആ ഒരു ഫസ്റ്റ് ലൈൻസ് നോക്കാം. എ ലിറ്റിൽ ഗേൾ ഫീൽസ് ദ ഡെലിക്കറ്റ് സിമെട്രി ഓഫ് എ ലീഫ്. ഒരു കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പലപ്പോഴും അല്ലേ ഒരു ഇലയുടെ മാർദ്ദവത്വം അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ഒരു ചുറ്റുപാടിൽ വളർന്ന കുട്ടിയായിരിക്കും. അല്ലേ? ഇവിടെ ഒരു സസ്യം അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഇല ടച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഹെലൻ കെല്ലറെ ഇവിടെ കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷീ പ്ലേസസ് ഹർ ഹാൻഡ് ജെന്റ്ലി ഓൺ എ സ്മോൾ ട്രീ. ഒരു ചെറിയ മരത്തിൽ അഥവാ ഹെലൻ കെല്ലർ തൻ്റെ കൈ വളരെ മാർദ്ദവമായി പതുക്കെ സ്പർശിക്കുകയാണ്. ആൻഡ് ഫീൽസ് ദ ഹാപ്പി ക്യൂർ ഓഫ് എ ബേർഡ് സിംഗിങ് ഇൻ ഫുൾ തോട്ടഡ് ഈസ്. എന്താണ്? വളരെ അനായാസേന പാടുന്ന കിളിയുടെ പാട്ട് ഒരുപക്ഷെ സ്പർശിച്ചുകൊണ്ടാണ് ഇവർക്ക് അറിയാൻ കഴിയുന്നത്. ഷി മൂവ്സ് ഓൺ ഇൻ സെർച്ച് ഓഫ് ബഡ്സ് ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് പ്ലാന്റ്സ്. ആ പ്ലാന്റിൻ്റെ കൊമ്പുകളിൽ പൂമുട്ടുകളെ തിരഞ്ഞുകൊണ്ട് അവൾ സ്പർശിച്ച് നോക്കി. ആസ് എ വിഷൻ ആൻഡ് ഹിയറിംഗ് ഇംപയർഡ് ഗേൾ. കാഴ്ചശക്തിയോ കേൾവിശക്തിയോ ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതാണ് ഹെലൻ കെല്ലറുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അവർക്ക് ലൈഫിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് കാഴ്ചയോ അതല്ലെങ്കിൽ എന്താ പറയുക കേൾവിയോ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷീ ഹാഡ് ടു റിലൈ ഓൺ സെൻസ് ഓഫ് ടച്ച് ബട്ട് കെയിം ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ് ആൻഡ് സൈലൻസ്. ഇറ്റ് ബിക്കെയിം എ മോണുമെന്റ് ഓഫ് വിൽ പവർ. അവർ കേവലം സ്പർശനത്തിലൂടെ മാത്രമാണ് അവർ ഈ എന്താ പറയുക കേൾവിയുടെയും അതുപോലെ കാഴ്ചയുടെയും ന്യൂനതകൾ അവർ പരിഹരിച്ചത്. വല്ലാത്തൊരു വിൽ പവർ ആയിരുന്നു അവർക്ക്. ഡിസ്പ്രൂവിങ് ദ പ്രോവർബ് വി ആർ ബോൺ ക്രൈങ് ലിവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിൻറ്റഡ്. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ജനിക്കപ്പെടുന്നുണ്ട്, ജീവിതത്തിൽ മുഴുവൻ ഞങ്ങളെ സംബന്ധിച്ച് പരാതികളാണ്, എന്നാൽ ഞങ്ങൾ നിരാശരായിട്ട് മരിക്കുന്നു എന്ന് പറയുന്ന ഒരുപക്ഷെ അന്ധന്മാരെയും ബധിരന്മാരെയും സംബന്ധിച്ചുള്ള ഈ ഒരു പ്രോവർബ് അത് ഡിസപ്രൂവ് ചെയ്യായിരുന്നു. അത് തീർച്ചയായിട്ടും നിഷേധിക്കുകയായിരുന്നു ഹെലൻ കെല്ലർ. കാരണം കേൾവിയില്ലെങ്കിലും കാഴ്ചയില്ലെങ്കിലും അവർക്ക് ഈ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിളിച്ചോതുകയായിരുന്നു. ഷി ഒബ്റ്റെയിൻഡ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി. അവരൊരു യൂണിവേഴ്സിറ്റി ബിരുദം അവർ കരസ്ഥമാക്കി. റോട്ട് മെനി ബുക്സ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. മെയ്ഡ് സ്പീച്ചസ്. അവർ പ്രസംഗങ്ങൾ നടത്തി. ക്യാമ്പയിൻഡ് ഫോർ ദ കോസ് ഓഫ് ദ ബ്ലൈൻഡ്. അന്ധന്മാരായ ആളുകൾ ബധിരന്മാരായ ആളുകൾ അവർക്ക് വേണ്ടി പോരാടി. ബിക്കെയിം an ഇൻസ്പിറേഷൻ ടു മില്യൺസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തങ്ങിങ്ങോളമുള്ള ലക്ഷക്കണക്കിനായ ആളുകൾക്ക് മാതൃകയായി തീർന്നു. അല്ലേ? എന്തൊരു എക്സാമ്പിൾ ആയിരിക്കും അത്. വാട്ട് an എക്സാമ്പിൾ ടു ദ വേൾഡ്. ഹെലൻ കെല്ലർ when she was an 18-month-old child was stricken with a disease that robbed her of the ability to see and hear. 18 മാസം പ്രായമുള്ളപ്പോഴാണ് കാഴ്ചശക്തിയെയും കേൾവിശക്തിയെയും എടുത്തു കളഞ്ഞ ഒരു രോഗം അവർക്കുണ്ടായത്. ബട്ട് അഗെയിൻസ്റ്റ് ഓവർവെൽമിംഗ് ഓഡ്സ് ഷീ വേജ്ഡ് എ സ്ലോ ആൻഡ് സ്റ്റഡി ബട്ട് സക്സസ്ഫുൾ ബാറ്റിൽ ടു റീ എൻ്റർ ദ വേൾഡ് ഓഫ് നോർമൽ പീപ്പിൾ. എന്നാൽ വളരെ സാവകാശം വളരെ സ്ഥിരവുമായിട്ടുള്ള വിജയകരമായ ഒരു പോരാട്ടം തന്നെ അവർ നടത്തുകയുണ്ടായി. സാധാരണക്കാരുടെ ഈ ലോകത്തിലേക്ക് ഒരു പുനഃപ്രവേശനം കിട്ടാൻ വേണ്ടിയിട്ട്. ദ ചൈൽഡ് ഗ്രൂ
into highly intelligent and sensitive women who wrote, spoke, and labored incessantly for the cause of the world in general and the physically challenged in particular. അപ്പോൾ ഈ ഒരു കുട്ടി വളരുകയാണ് ഏറ്റവും ഉയർന്ന ബുദ്ധിയുള്ള പെൺകുട്ടിയായിട്ട്. ആൻഡ് സെൻസിറ്റീവ് വുമൺ മാത്രമല്ല, ഏതൊരു വിചാരത്തോടും സെൻസിറ്റീവായിട്ടുള്ള സ്ത്രീയായിട്ടും അവർ വളരുകയാണ്. അവർ എഴുതുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. ആൻഡ് ലേബേർഡ് ഇൻസെസൻ്റ്ലി ഫോർ ദ കോസ് ഓഫ് ദ വേൾഡ് ഇൻ ജനറൽ. പൊതുവായി പറഞ്ഞാൽ ലോകത്തിലെ ഒരു പൊതു കാര്യത്തിന് വേണ്ടി തന്നെ അവരെന്ത് ചെയ്യാണ്, തൻ്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. ആൻഡ് ദ ഫിസിക്കലി ചലഞ്ചഡ് ഇൻ പർട്ടിക്കുലർ. പ്രത്യേകിച്ച് നമുക്ക് പറയാലോ, അതായത് കാഴ്ചശക്തിയോ കേൾവിശക്തിയോ ഇല്ലാത്ത ലക്ഷക്കണക്കിനായ ആളുകൾ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുന്ന ഹെലനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഹെലൻ വാസ് ബോൺ, അടുത്ത പാരാഗ്രാഫിലേക്ക് പോവാട്ടോ. ഹെലൻ വാസ് ബോൺ ഇൻ ടുസ്കുംബ, ദാറ്റ് അലബാമ, ദ USA ഓൺ ജൂൺ 27, 1880. അവർ ടുസ്കുംബ എന്ന് പറയുന്ന അലബാമ അമേരിക്കയിലൊരു സ്റ്റേറ്റാണ്. അവിടെയാണ് അവർ ജനിച്ചത്. 1880കളിലാണ് ജനനം ഉണ്ടായത്. ഓക്കെ, ജൂൺ 27. ഇനി നോക്കൂ നിങ്ങൾ. ആൻഡ് വെൻ ഷി വാസ് അബൌട്ട് 6 years old, her parents appealed to Alexander Graham Bell, an authority on teaching speech to deaf and dumb. അപ്പോൾ മനസ്സിലായല്ലോ, അതായത് 18 മാസമായപ്പോൾ തന്നെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. അപ്പോൾ ബധിരന്മാരും മൂകന്മാരുമായിട്ടുള്ള ആളുകളെ, കണ്ടു കാണാത്തവരും സംസാരിക്കാത്തവരുമായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്ന എന്താ പറയുക, ഒരു മഹാനായ ആളാണ്, അവിടെ സയൻറ്റിസ്റ്റ് കൂടിയാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഇവൾക്ക് വേണ്ടിയിട്ട്, അഥവാ ഹെലൻ കെല്ലർക്ക് വേണ്ടിയിട്ട് അവരെ രക്ഷാർത്ഥാക്കള് ഫോർ കൗൺസൽ റിഗാർഡിങ് ഹെർ എഡ്യൂക്കേഷൻ. പിന്നെ ഇങ്ങനെ കണ്ണും അതുപോലെ ചെവിയും കേൾക്കാത്ത ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, അതിനെക്കുറിച്ച് വേണ്ട ഉപദേശം കിട്ടാൻ ആയിട്ടായിരുന്നു അവർ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കണ്ടത്. ആസ് എ റിസൾട്ട്, ആനി മാൻസ്ഫീൽഡ് സള്ളിവൻ ട്രെയിൻഡ് ഇൻ ടീച്ചിങ് സച്ച് എ ചിൽഡ്രൻ. ഈ ഒരു സംഭവത്തിൽ പിന്തുടർന്നുകൊണ്ട് ആനി മാൻസ്ഫീൽഡ് സള്ളിവൻ എന്ന ഒരു സ്ത്രീ, അവർ ഇത്തരം കുട്ടികളെ പഠിപ്പിച്ചുള്ള പരിചയമുണ്ട്. അവർ കെയിം ടു സ്റ്റേ വിത്ത് ഇൻ ഹെലൻ ആസ് എ ടീച്ചർ. ഹെലൻ്റെ ടീച്ചറായിക്കൊണ്ട് തന്നെ ഹെലൻ്റെ കൂടെ താമസിക്കാനായിട്ട് വരികയാണ്. ആൻഡ് Sullivan, then 20 years old, who was blind once but who had partially regained her vision, was a graduate of Perkins School for the Blind at Boston. ബോസ്റ്റണിൽ ബ്ലൈൻഡായിട്ടുള്ള ആൾക്ക് വേണ്ടിയുള്ള പെർക്കിൻസ് സ്കൂളിൽ അവർ വർക്ക് ചെയ്യുകയാണ്. അവർ ഡിഗ്രി വരെ നേടിയെടുത്തവരാണ്. അവർക്കും കാഴ്ചയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ പ്രാക്ടീസിലൂടെ അത് മാറ്റിയെടുത്തു. Both of them took to each other, intensely and remained inseparable till Annie's death. രണ്ടുപേരും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം അവിടുന്ന് ആരംഭിക്കുകയാണ്. അത് മാത്രവുമല്ല, നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, ആനിയുടെ മരണം വരെ, അഥവാ ആനി മാൻസ്ഫീൽഡിന്റെ സള്ളിവന്റെ മരണം വരെ ആ ഒരു ബന്ധം, ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ബന്ധം, ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത ബന്ധം മുമ്പോട്ട് പോകുന്നതാണ്. At first, Annie found it very difficult to teach Helen to observe table manners. ആദ്യം ഈ തീന്മേശ മര്യാദകൾ അത് ഹെലനെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് ആനി സള്ളിവൻ ശ്രദ്ധിച്ചത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു അത്. ത്രൂ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഹെലൻ ലേൺ ടു യൂസ് ദ ഫോർക്ക് ആൻഡ് സ്പൂൺ പ്രോപ്പർലി. അപ്പോൾ ഫോർക്കും സ്പൂണും കൃത്യമായിട്ട് ഹെലൻ യൂസ് ചെയ്യാൻ പഠിച്ചത് ഒരുപാട് തെറ്റുകളും പരീക്ഷണങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടാണ്. ഷീ വാസ് വെരി ഹാപ്പി ദാറ്റ് ഷീ കുഡ് ഈറ്റ് പ്രോപ്പർലി ലൈക്ക് അതർ ചിൽഡ്രൻ. മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ തനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് ഹെലന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സ്ലോലി ആനി തോട്ട് her combing of her hair, washing her hands and buckling her boots. ഇപ്പോൾ സാധാരണ മുടി കോതാനും അതുപോലെ തന്നെ കൈകൾ വാഷ് ചെയ്യാനും ബൂട്ട്സിൻ്റെ ലേസുകൾ ധരിക്കാനൊക്കെ തന്നെ ആനി പതുക്കെ ഹെലനെ പഠിപ്പിച്ചു.
ഹെലൻ ലേൺ ടു ഒബേ ഹെർ ഇൻസ്ട്രക്ഷൻസ്. എന്തായാലും ഹെലൻ ശരിക്കും തൻ്റെ ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും പഠിച്ചു. ദീസ് മേ സീം വെരി സില്ലി ടു നോർമൽ ചിൽഡ്രൻ. സാധാരണക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. ബട്ട് ഓൺലി എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് കുഡ് അണ്ടർസ്റ്റാൻഡ് ദം വെൽ. പക്ഷേ സാധാരണ ഇത്തരം ഡിസബിലിറ്റികൾ, ഇത്തരം കാഴ്ചയോ കേൾവിയോ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് അവർക്ക് ഇത്തരം ഒരു കഴിവ് അഥവാ ഇത്തരം കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ആനി ഗെയ്വ് എ ഡോൾ ഇൻ ഹെലൻസ് ഹാൻഡ്. ഒരിക്കൽ ആനി ഹെലന്റെ കയ്യിൽ ഒരു പാവയെ കൊടുത്തു. ആൻഡ് ബിഗാൻ ടു സ്പെൽ ഇൻ ഹെലൻസ് ഹാൻഡ്. എന്നിട്ട് പിന്നെ ഹെലന്റെ ഹാൻഡിൽ അവരെന്ത് ചെയ്തു? അവർ ജസ്റ്റ് സ്പെല്ല് ചെയ്യാണ്, എഴുതി വെക്കുകയാണ്. പിന്നെ എന്താണ് എഴുതി വെക്കേണ്ടത്? എഴുതി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡോൾ, DOLL. Although Helen quickly imitated the hand signs, she made no connection between them, the objects symbolized. പക്ഷേ ഹെലന് കാര്യം മനസ്സിലായെങ്കിലും ഹെലന് ഈ ഡോള് എന്ന ശബ്ദവും തൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാക്കാൻ സമയമെടുത്തു. They had been wrestling with the word mug and water. മഗ് എന്ന വാക്ക്, അതുപോലെ വാട്ടർ എന്ന വാക്ക്, ഇത് പലപ്പോഴും ഹെലനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള വാക്കുകളായിട്ട് മാറുകയാണ്. ഷീ കണ്ടിന്യൂഡ് ഇൻ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ ടു. ഈ രണ്ട് വാക്കുകളും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഹെലന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ലേറ്റർ ദേ വെന്റ് ഫോർ എ വാക്ക്. പിന്നീട് വൈകുന്നേരങ്ങളിലൊക്കെ ഹെലനും ആനിയും നടക്കാൻ പോകുകയായിരുന്നു. സംവൺ വാസ് പമ്പിങ് വാട്ടർ. ഈ സമയത്ത് ആരോ വാട്ടർ പമ്പ് ചെയ്യുന്നത് ആനി കണ്ടു. ആനി പ്ലേസ് ഹെലൻസ് ഹാൻഡ് അണ്ടർ ദ സ്പ്രൗട്ട് ആസ് എ കൂൾ സ്റ്റീം ഗഷ്ഡ് ഓവർ. ആ വെള്ളം ധാരയായിട്ട് ചിതറിത്തെറിക്കുന്ന ഭാഗത്ത് ആനി ഹെലന്റെ കൈ പിടിപ്പിക്കുകയും അതുവഴി ഹെലന് തണുത്ത ശക്തിയായ വെള്ളത്തിന്റെ പ്രവാഹം തന്റെ കൈകളിലേക്ക് വന്ന് അലക്കുന്നതും കാണാൻ കഴിഞ്ഞു. ആൻഡ് ഷീ സ്പെൽഡ് ദ വേർഡ് വാട്ടർ. ഈ സമയത്ത് ആനി പറഞ്ഞു കൊടുത്തു, വാട്ടർ എന്ന വേർഡിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് സ്ലോലി, ആദ്യം പതുക്കെയായിരുന്നു, ദെൻ റാപ്പിഡ്ലി, പിന്നീട് വേഗത്തിൽ. സഡൻലി ഹെലൻ ഫെൽറ്റ് എ ത്രിൽ ഓഫ് റിട്ടേണിംഗ് തോട്ട്. ഏറെ വൈകാതെ തന്നെ ഹെലന് ഫെൽറ്റ് എ ത്രിൽ ഓഫ് റിട്ടേണിംഗ് തോട്ട്. എന്താണ്? ചിന്ത. തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള പഠന രീതിയോട് വളരെ വലിയ താല്പര്യം ഉണ്ടാവുകയാണ്. ആൻഡ് ദ മിസ്റ്ററി ഓഫ് ദ ലാംഗ്വേജ് വാസ് റിവീൽഡ് ടു ഹർ. ഭാഷയുടെ നിഗൂഢത ഹെലന്റെ മുമ്പിൽ ചുരുൾ നിവർത്തപ്പെടുകയായിരുന്നു. ഷീ കെയിം ടു നോ ദാറ്റ് വാട്ടർ മെന്റ് ദാറ്റ് വണ്ടർഫുൾ കൂൾ സംതിങ് വാസ് ഫ്ലോയിങ്. താഴേക്കൊഴുകുന്ന തൻ്റെ കയ്യിലൂടെ താഴേക്കൊഴുകുന്ന എന്തോ തണുത്ത ഒരു വസ്തുവായിട്ടാണ്, ഒരു ദ്രാവകമായിട്ടാണ് വാട്ടറിനെ ഹെലൻ മനസ്സിലാക്കിയത്. ആൻഡ് ഈച്ച് നെയിം ഗേവ് ബർത്ത് ടു എ ന്യൂ തോട്ട്. ഇങ്ങനെയുള്ള ഓരോ പുതിയ വാക്കുകളും ഓരോ പുതിയ ചിന്തയാണ് ഹെലന് സമ്മാനിച്ചത് എന്നാണ് സത്യം. ഷി വാസ് അമേസ്ഡ് ടു ലേൺ ദാറ്റ് എവറി ഒബ്ജക്റ്റ് സീംഡ് ടു ക്യൂർ വിത്ത് ലൈഫ്. ഭൂമിയിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും, എല്ലാ വസ്തുക്കളും ഇപ്രകാരം ജീവനുള്ളതാണ് എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞപ്പോൾ ഹെലന് അമ്പരപ്പുണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഏതാണ്ട് 5-6 പാരഗ്രാഫുകൾ നോക്കി. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇത് കൊടുത്തിരിക്കണം, നിങ്ങൾക്ക് ഇത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് മോർണിംഗ് she got up like a radiant fairy and flitted from object to object, asking for their names. She pressed forward eagerly and excited learning names. Her face grew more and more expressive as the days went by, as the acquired new words. She acquired the normal child's capacity of assimilation and imitation. She was delighted with the words expressing actions. Helen learned 575 words in a short span and mastered multiplication tables and the Braille system. Experience was translated into words, and the words were communicated writing and by manual language. So, എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്?
അടുത്ത ദിവസം പിന്നെ ഹെലൻ പുതിയ പ്രതീക്ഷയോട് കൂടിയിട്ട് റേഡിയന്റ് പ്രകാശപൂരിതമായ ഒരു എന്താ പറയുക മായാലോകത്തുനിന്ന് ഒരു മായാലോകത്തേക്ക് എഴുന്നേൽക്കുന്ന പോലെയാണ് എന്നെ ഹെലൻ എഴുന്നേറ്റത്. ആൻഡ് അവളെന്ത് ചെയ്തു? ആൻഡ് ഫിറ്റ്ഡ് ഫ്രം ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ്, തൻ്റെ അടുത്ത് തൻ്റെ സ്പർശനത്തിൽപ്പെടുന്ന തൻ്റെ സ്പർശനത്തിൻ്റെ ആ ഒരു പരിധിയിൽ പെടുന്ന എല്ലാ വസ്തുക്കളും അവൾ തൊട്ടു നോക്കിയത് മാത്രമല്ല, അവൾ എന്താ പറയുക ആ വാക്കുകൾ അറിയാൻ അതിനെന്താണ് പറയാന്നറിയാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചു. അവൾ ചോദിക്കുകയും ചെയ്തു. ഹെർ ഫേസ് grew and she pressed forward eagerly and excitedly learning names. വാക്കുകൾ ഓരോ വസ്തുവിൻ്റെയും പേരുകൾ പഠിച്ചുകൊണ്ട് പിന്നെ സ്പർശിച്ച് അഥവാ സ്പെല്ലിങ്ങിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവൾ വളരെ ആവേശത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണ്. കേൾക്കാനും കഴിവില്ലാത്ത കാണാനും കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയുടെ 18 മാസം നഷ്ടപ്പെട്ട കഴിവ് അല്ലേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. ആൻഡ് ഹെർ ഫേസ് ഗ്യൂ മോർ ആൻഡ് മോർ എക്സ്പ്രസീവ്. ഇനി പുതിയ വാക്കുകൾ കിട്ടിയപ്പോഴൊക്കെ തന്നെ അവളുടെ മുഖം എന്താ പറയുക കൂടുതൽ എക്സ്പ്രസീവായി. മാത്രമല്ല സാധാരണ ആൺകുട്ടികൾ വാക്കുകൾ ഒപ്പിച്ച് പറയുന്നതും സാധാരണ കുട്ടികൾ വാക്കുകൾ ഒപ്പിച്ച് പറയുന്നതും അതുപോലെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരും അഥവാ നമ്മുടെ ഹെലൻ കെല്ലറും യൂസ് ചെയ്യാൻ തുടങ്ങി. ഷി വാസ് ഡിലൈറ്റഡ് വിത്ത് ദ വേർഡ്സ് എക്സ്പ്രസിങ് ആക്ഷൻസ്. ഇനി ആക്ഷനുമായി ബന്ധപ്പെട്ട വാക്കുകൾ അവൾക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് സ്പർശനത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അഥവാ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ ശരിക്കും അമ്പരന്ന് പോയി ഹെലൻ ലേൺഡ് 575 വേർഡ്സ്, 575 വാക്കുകൾ. വളരെ കുറഞ്ഞ ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയമാണ്. കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ അവർ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് മാസ്റ്റേർഡ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആൻഡ് ബ്രെയിൽ സിസ്റ്റം. സാധാരണ ഈ കണ്ണ് കാണാത്ത ആളുകൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി. ആ ബ്രെയിൽ ലിപി യൂസ് ചെയ്യാനും പഠിച്ചു. അതുവഴി അവർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരെ പഠിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേർഡ്സ് ആൻഡ് വേർഡ്സ് വെർ കമ്മ്യൂണിക്കേറ്റഡ് റൈറ്റിംഗ് ബൈ മാനുവൽ ലാംഗ്വേജ്. പിന്നെ അനുഭവങ്ങൾ ഇവിടെ എന്താവാണ് വാക്കുകളായിട്ട് പിന്നെ മാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ വാക്കുകളാവട്ടെ അവ എഴുത്ത് ഭാഷയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് മാറ്റം ചെയ്യപ്പെടുകയാണ് ബൈ മാനുവൽ ലാംഗ്വേജ്. ഓക്കെ, ഷീ ബിക്കെയിം നെർവസ്. അടുത്ത് നോക്കിക്കോളൂ. ഷീ ബിക്കെയിം നെർവസ് ആൻഡ് സോ എക്സൈറ്റബിൾ ദാറ്റ് ദേ കോൾഡ് എ ഡോക്ടർ. ഒരു ഡോക്ടറെ വിളിച്ചു അവളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ആ സമയത്ത് അവൾ വളരെയധികം എക്സൈറ്റഡ് ആയി നെർവസ് ആവുകയും ചെയ്തു. ഉത്കണ്ഠാകുലയായിട്ട് അവളെ കാണപ്പെട്ടു. ഷീ ഈസ് റെസ്റ്റ്ലെസ് അറ്റ് നൈറ്റ് ആൻഡ് ഹാസ് ആൻ അപ്പിറ്റൈറ്റ്. ഹാസ് നോ അപ്പിറ്റൈറ്റ്. അവൾക്ക് രാത്രികാലങ്ങളിൽ ഉറക്കമില്ല രാത്രികളായിരുന്നു. മാത്രമല്ല വിശപ്പും, അപ്പിറ്റൈറ്റ് പറഞ്ഞ വിശപ്പാണ്, വിശപ്പുണ്ടായിരുന്നില്ല. ദേ ടോൾഡ് ദ ഡോക്ടർ സെഡ് ദാറ്റ് ഹെർ മൈൻഡ് വാസ് ഹൈപ്പർ ആക്റ്റീവ്. ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ മനസ്സ് സാധാരണ ആളുകളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. She began to spell that moment. She woke up in the morning and continued all day long. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ അവൾ ഓരോന്നിൻ്റെയും സ്പെല്ലിങ് ചോദിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അവൾ ശ്രമിക്കും. ഓക്കെ, ഇഫ് അതേഴ്സ് റിഫ്യൂസ് ടു ടോക്ക് ടു ഹെർ, ഇനി മറ്റുള്ളവരൊക്കെ അവളോട് സംസാരിക്കാൻ വേണ്ടി വിസമ്മതിക്കുകയാണെങ്കിൽ ഷി റോട്ട് ഹെർ സ്പെല്ലിംഗ് ഓൺ ഇൻ ടു ഹെർ ഓൺ ഹാൻഡ് ആൻഡ് അപ്പാരൻ്റ്ലി ക്യാരീഡ് ഓൺ ദ ലിവ്ലിയസ് കോൺവെർസേഷൻ വിത്ത് ഹെർ സെൽഫ്. അവൾ പലപ്പോഴും സ്വയം തന്നെ അവൾ ഈ ഇങ്ങനെയുള്ള ഒരു വസ്തുക്കളെ പേരും മറ്റുമൊക്കെ അവൾ തന്നെ എന്താ പറയുക കണ്ടെത്തി അല്ലെങ്കിൽ അവൾ തന്നെ അത് മനസ്സിലാക്കി അത് അവൾ എന്ത് ചെയ്യും ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതും. അങ്ങനെ അവളോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതി അവൾ വളർത്തിയെടുത്തു. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നോക്കിക്കോളൂ. നമ്മൾ ഹെലൻ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ഈ സ്ക്രീന് ശ്രദ്ധിക്കാം. അപ്പോൾ ഹെലന് നെർവസ്നെസ് ഉണ്ടാവില്ലേ? കാരണം സാധാരണ നമുക്ക് കണ്ടറിയാൻ കഴിയാത്തവർക്ക് കേട്ടറിയാനുള്ള കഴിവുണ്ടാവും. ഇനി കേട്ടറിയാൻ കഴിയാത്തവർക്ക് കണ്ടറിയാനുള്ള കഴിവുണ്ടാവും. ഇത് രണ്ടുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ അവളോട് സംസാരിക്കാൻ വിസമ്മതിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി അവൾ വളർത്തിയെടുത്തു.
In 1894, when Helen Keller was 14, she undertook formal schooling, first at the Wright Humason School for the Deaf in New York and then the Cambridge School for Young Ladies. അപ്പോൾ ആദ്യം അവൾ പഠിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? 1894 അവർക്ക് പ്രായം 14 വയസ്സാണ്. അന്നാണ് സ്കൂൾ പഠനം ആരംഭിക്കേണ്ടത്. ആദ്യം റൈറ്റ് ഹ്യൂമാസൺ സ്കൂളായിരുന്നു. അത് ന്യൂയോർക്കിൽ ഈ ബധിരന്മാർക്ക്, ചെവിട് കേൾക്കാത്തവർക്ക് വേണ്ടിയുള്ള സ്കൂളാണ്. പിന്നീട് കാംബ്രിഡ്ജ് സ്കൂളായിരുന്നു. അതാവട്ടെ യങ് ലേഡീസിന് വേണ്ടിയുള്ള സ്കൂളാണ്. വിത്ത് മിസ് സള്ളിവൻ അറ്റ് ഹെർ സൈഡ് സ്പെല്ലിംഗ് വേർഡ്സ് ഇൻ ടു ഹെർ ഹാൻഡ്, മിസ് കെല്ലർ പ്രിപ്പയർഡ് ഹെർസെൽഫ് ഫോർ ദ അഡ്മിഷൻ ടു റാഡ്ക്ലിഫ്. അപ്പോൾ സള്ളിവൻ അവളെ കയ്യിലും മറ്റുമൊക്കെ തൻ്റെ വിരലുകൊണ്ടും മറ്റുമൊക്കെ ഈ സ്പെല്ലിംഗ് എഴുതി കൊടുത്തുകൊണ്ട് ഓരോ വാക്കുകളും പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൂടെയുണ്ട്. അങ്ങനെ ആനി സള്ളിവൻ്റെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് റാഡ്ക്ലിഫ് പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടാൻ കഴിയും എന്ന രീതിയിലേക്ക് ഇന്ന് ഹെലൻ കെല്ലർ എത്തുകയാണ്. അവർ സ്വയം തയ്യാറാവുകയാണ്. വിച്ച് ഷീ എൻറ്റേർഡ് ഇൻ 900. 1900 അവർ ആ ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടുന്നത്. ഹെർ പെർഫോമൻസ് വാസ് എക്സലൻറ്റ് ഇൻ ഓൾ എക്സാമിനേഷൻസ്. ഇനി എല്ലാ എക്സാമുകളെയും വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും അവരുടെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഷീ ഗോട്ട് ഓണേഴ്സ് ഇൻ ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ് ത്രൂ ഷിയർ ഡിറ്റർമിനേഷൻസ്. ഉറച്ച, ഷിയർ എന്ന് പറഞ്ഞാൽ ഉറച്ച എന്നർത്ഥം. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയദാർഢ്യം, മനസ്സുറപ്പ്. ഉറച്ച മനസ്സുള്ളത് കൊണ്ടായിരിക്കണം ഇംഗ്ലീഷിലും ജർമ്മൻ ഭാഷയിലൊക്കെ തന്നെ അവർക്ക് ഒരുപാട് ബഹുമാന പുരസ്കാരങ്ങൾ അഥവാ ബഹുമതി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. പല യൂണിവേഴ്സിറ്റികളും അവരെ ആദരിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരികൾ നോക്കൂ, ശ്രദ്ധിക്കൂ. When Helen was 36 years old, she fell in love with a 29-year-old socialist Peter Fagan, her secretary and a newspaper correspondent. ആ സമയത്ത് 36 വയസ്സായി ഹെലൻ കെല്ലർക്ക്. ഈ ടൈമിന് അവർ തൻ്റെ സെക്രട്ടറിയും ഒരു ന്യൂസ് പേപ്പർ കറസ്പോണ്ടൻ്റൊക്കെ ആയിരുന്ന പീറ്റർ ഫാഗൻ എന്ന യുവാവുമായിട്ട് 29 വയസ്സ് പ്രായമുള്ള യുവാവുമായിട്ട് അവർ പ്രണയത്തിലാവുകയാണ്. ബട്ട് ദ മാരേജ് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. പക്ഷെ അവരുമുള്ള കല്യാണം മുമ്പോട്ട് പോയില്ല, നടന്നില്ല. ക്രസ്റ്റ് ഫാളൻ ഷീ ഡിസ്ക്രൈബ് ദാറ്റ് ദ ലവ് വിച്ച് ഹാഡ് കം അൺസീൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിപ്പാർച്ചർ വിത്ത് ദ ടെമ്പസ്റ്റ് ഓൺ ഹർ വിങ്സ്. എന്താണ് സ്നേഹം? തനിക്ക് ലഭിച്ച അപ്രതീക്ഷിതമായ സ്നേഹം, അതുപോലെ കാണാൻ കഴിയാത്ത ആ സ്നേഹം, അത് പെട്ടെന്ന് അതിൻ്റെ കൊടുങ്കാറ്റുകളുടെ ആ ഒരു ഇടയിലൂടെ നഷ്ടപ്പെട്ടു, എന്നെ വിട്ടുപോയി എന്നൊക്കെയാണ് അവൾ എഴുതിയത്. ഹെലൻ കെല്ലർ എഴുതിയത് സാഹിത്യ ഭാഷയിൽ എഴുതിയതാണ് കേട്ടോ. ആൻഡ് ഇഫ് ഐ കുഡ് സീ, എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഷീ സെറ്റ് ബിറ്റർലി, തേയും കരഞ്ഞുകൊണ്ട് പലപ്പോഴും പറയുമായിരുന്നു ഹെലൻ, ഐ വുഡ് മാരി ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഒന്നാമതായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം കല്യാണം കഴിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയുടെ ആഗ്രഹമാണ് ഇവിടെ നിങ്ങളെ മുമ്പിൽ അവർ വിശദീകരിച്ചത്. നോക്കിക്കോളൂ കേട്ടോ, അടുത്ത പാരഗ്രാഫിലേക്ക് വരൂ, ഒന്ന് ശ്രദ്ധിക്കൂ. അടുത്ത പാരഗ്രാഫ് എന്താ പറഞ്ഞത്? അടുത്ത പാരഗ്രാഫിൽ ഹെലൻ കെല്ലർ വാസ് ഡെവലപ്പിംഗ് എ ലാർജ്നെസ് ഓഫ് ദ സ്പിരിറ്റ് ഓൺ സോഷ്യൽ ഇഷ്യൂസ്. സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള വല്ലാത്തൊരു താല്പര്യം അവർ വളർത്തിയെടുക്കുകയാണ്. partly as a result of works through industrial slums and partly because of high incidence of blindness among the poor. ഒരു കാരണം, ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് ഹെലൻ കെല്ലർ പിന്നീട് മാറാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വൈകുന്നേരങ്ങളൊക്കെ തന്നെ നടക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ കൂടുതലും ഇൻഡസ്ട്രിയൽ സ്ലംസ് ഏരിയയാണ്. കാരണം പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയകളാണ്. അത് മാത്രമല്ല, ഇനി സാധാരണ ഈ കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരുമായിട്ടുള്ള ആളുകൾ കൂടുതലും പാവപ്പെട്ടവരുടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കണം അവർക്ക് ഈ ഒരു പാവപ്പെട്ട ആളുകളോട് കൂടുതലൊരു താല്പര്യം എടുത്ത് അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു താല്പര്യം അവർ കാണിക്കുകയാണ്. In 1909, she joined Socialist Party. For many years, she was an active member, writing articles in defense of socialism, canvassing for the party, and supporting trade union. കുറച്ച് വർഷക്കാലം, അഥവാ അവർ 1909 അവർ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു.
പിന്നീട് ഒരുപാട് വർഷത്തോളം ആ പാർട്ടിയുടെ ഒരു ആക്റ്റീവായിട്ടുള്ള മെമ്പറായിരുന്നു അവർ. മാത്രമല്ല ട്രേഡ് യൂണിയനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഇത്തരം സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവർ എഴുതിയിരുന്നു, പേപ്പറിലും മറ്റൊക്കെ ലേഖനവും മറ്റൊക്കെ അവർ എഴുതിയിരുന്നു. Then she decided that her life chief work was to raise funds for American Foundation for the Blind. പിന്നെയാണ് തൻ്റെ ജീവിത ലക്ഷ്യം അമേരിക്കയിലുള്ള കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ട ഫണ്ട് കണ്ടെത്തലാണ് തൻ്റെ ലൈഫ് ലക്ഷ്യം എന്നവർ മനസ്സിലാക്കി. ഷീ മെയ്ഡ് എക്സ്റ്റെൻസീവ് ഫണ്ട് റൈസിംഗ് ടൂൾസ് ഫോർ ദിസ് പേർപ്പസ്. ഈ ഉദ്ദേശം കൊണ്ട് തന്നെ ലോകം മുഴുവൻ അവർ സഞ്ചരിച്ചു, അവർ വേണ്ട ഫണ്ട് അവർ സമാഹരിക്കുകയാണ്. ഷീ സോട്ട് ടു അലീവിയേറ്റ് ദ മിസറി ആൻഡ് ആഗനി ഓഫ് ദ ബ്ലൈൻഡ്. ശരിക്കും പറഞ്ഞാൽ അന്ധന്മാരായ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനോവേദന, ആഗനി, അതുപോലെ അവരുടെ ദുരിതം, കഷ്ടപ്പാട്, മിസറി, അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു തീവ്രത കുറക്കാൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? നമ്മളെ കഥാനായികയായിട്ടുള്ള ഹെലൻ കെല്ലർ എന്ന് വേണം കരുതാൻ. ഓക്കെ, ഇനി ആ താഴെ 2 വരി വരുന്ന പാരഗ്രാഫ് നോക്കിക്കോളൂ. വെൻ ദ വാൾ ക്ലൗഡ് സറൗണ്ടഡ് ദ വേൾഡ്. അപ്പോഴേക്കും ഇനി ലോകം നമുക്കറിയാം ഒരു യുദ്ധരംഗത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് വേണ്ടിയുള്ള കാർമേഘങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൂട്ടം കൂടുകയാണ്. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് were raised about the war in her tours. പലപ്പോഴും അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ട പോലെ ലോകം മുഴുവൻ ടൂറ് നടത്താൻ കഴിഞ്ഞില്ല. കാരണം ഈ യുദ്ധം അത്തരം പരിശ്രമങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാൻ പോവുകയാണ്. Are you natural? She replied in a positive answer, like the people of all nations, but not their armies and navies. നിങ്ങളൊരു സാധാരണക്കാരിയാണോ എന്ന് പലരും ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി, അതെ, ഞാൻ മറ്റെല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളെ പോലെ ഞാൻ സാധാരണക്കാരിയാണ്. എന്നാൽ അവിടുത്തെ ആർമികളെ സൈന്യത്തെ പോലെയോ അല്ലെങ്കിൽ നേവിയോ പോലെയോ ഒന്നുമില്ല. ഹെക്ലർ വൺസ് ആസ്ക്ഡ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഡു യു യൂസ്. ഒരിക്കൽ ഒരാൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്? ദ ഹോൾ ഓഫ് ഇറ്റ്. അപ്പോൾ ഉടനെ മറുപടിയും വന്നു അവരുടെ. ഹെലൻ കെല്ലറുടെ മറുപടി എന്തായിരുന്നു? ഞാൻ തലച്ചോറിനെ മുഴുവനായിട്ട് ഞാൻ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഡ്യൂറിങ് ദ വേൾഡ് വാർ സെക്കൻഡ് ഷീ റൈസ്ഡ് ദ ബാനർ അഗൈൻസ്റ്റ് ഹിറ്റ്ലർ ആൻഡ് മുസോളിനി. ഈ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഹെലൻ കെല്ലർ മുസോളിനിക്കും ഹിറ്റ്ലർക്കും എതിരായിട്ട് ശക്തമായ പ്രതിരോധം അവർ ഉയർത്തുകയാണ്. ആൻഡ് വാട്ട് എ ടെറിബിൾ ഡീഡ്സ് ദ മാൻ ഹാസ് കമ്മിറ്റഡ്. ഷീ ഹാഡ് ഹെർ ഓൺ പേഴ്സണൽ കോറൽസ് വിത്ത് നാസീസ്. പലപ്പോഴും നാസികളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വഴക്ക് വരെ അവർ കൂടിയിരുന്നു. വൺ ഓഫ് ഹെർ ബുക്സ് ഹാഡ് ബീൻ ത്രോൺ ഇൻ ടു ബോണഫയർ ഇൻ ബെർലിൻ. ബെർലിനിൽ എന്താ പറയുക, അവരുടെ പുസ്തകങ്ങളിൽ ചിലതൊക്കെ തന്നെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെലൻ വിസിറ്റഡ് ദ ഇഞ്ചുവേർഡ് സോൾജേഴ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് സാക്ഷിയായ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ യുദ്ധരംഗത്തുള്ള പരിക്കേറ്റ ഭടന്മാരെയും സൈനികരൊക്കെ തന്നെ അവർ പോയി കാണുകയുണ്ടായി. ഷീ റോഡ് ഹോഴ്സസ് ആൻഡ് ടാൻഡം ബൈസിക്കിൾസ്. പലപ്പോഴും കുതിരപ്പുറത്തായിരുന്നു യാത്ര, ചിലപ്പോഴൊക്കെ ബൈസിക്കിളും യൂസ് ചെയ്തിരുന്നു. ഷീ മെറ്റ് മെനി ഫേമസ് പീപ്പിൾ. ജോർജ് ബെർണാഡ് ഷാ. പല ഫേമസ് ആയിട്ടുള്ള ആളുകളെയും ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഹെലൻ കെല്ലർക്കുള്ളത്. ബെർണാഡ് ഷാ പോലെ ചാർലി ചാപ്ലിൻ ആൻഡ് സെവറൽ US പ്രസിഡന്റ്സ്. US പ്രസിഡന്റുമാരിൽ പല ആളുകളെയും ഇവർ ലൈവായി കണ്ടിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായിട്ടും അവർക്ക് ചങ്ങാത്തമുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ പണ്ഡിറ്റ് നെഹ്റുവും അവർ ഫ്രണ്ടായിരുന്നു. അങ്ങനെ എത്രയോ സെലിബ്രിറ്റികളുമായിട്ട് അവർക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. Helen Keller became an eminent writer when she was still in Radcliffe. She wrote on her typewriter her autobiography. ഇപ്പോഴും ഹെലൻ കെല്ലർ ഒരു എമിനൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരിയാണ്. ആ എഴുത്തുകാരി നിലയ്ക്ക് അവരുടെ ഓട്ടോബയോഗ്രഫി അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
റാഡക്ലിഫിൽ ഇരുന്നു കൊണ്ട്, റാഡക്ലിഫ് അവർ അവസാനമായി പഠിച്ച സ്ഥാപനമാണ്. ഹെർ ഓട്ടോബയോഗ്രഫി, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് എ സീരിയൽ ഇൻ ദ ലേഡീസ് ഹോം ജേർണൽ ആൻഡ് എ ഫ്യൂ അതർ ബുക്സ്. ലേഡീസ് ഹോം ജേർണൽ എന്ന് പറയുന്ന ഒരു മാഗസിൻ, അതിൽ ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ഓട്ടോബയോഗ്രഫി. മാത്രമല്ല പല പുസ്തകങ്ങളും അങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇൻ 1902 ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഫോം ഓഫ് എ ബുക്ക്. 1902 ഒരു പുസ്തകമായിട്ട് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ടൈറ്റിൽഡ് സ്റ്റോറി ഓഫ് മൈ ലൈഫ്. സ്റ്റോറി ഓഫ് മൈ ലൈഫ് അഥവാ എൻ്റെ ജീവിത കഥ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഷി പബ്ലിഷ്ഡ് ദ വേൾഡ് ഐ ലിവ് ഇൻ 1908. 1908 ഞാൻ ജീവിക്കുന്ന ആ ലോകം എന്ന പേരിൽ അവർ വീണ്ടും പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷി ഓൾവേസ് എംഫസൈസ്ഡ് oneself, reliance and confidence, the visually challenged and hearing impaired. പലപ്പോഴും അവർ എന്താ പറയുക, സ്വന്തം മനസ്സിനോട് അവർ ആഴത്തിൽ ഊന്നി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് അത്തരം കാര്യത്തിൽ. ടു ദ വിഷ്വലി ചലഞ്ചഡ്, കാരണം കാഴ്ചയും കേൾവിയും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദ ബ്ലൈൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ വേൾഡ് സൊസൈറ്റി. ലോകത്തിലെ ഒരു സമൂഹം എന്ന നിലക്ക് തന്നെയാണ് ഞാൻ ഈ ആളുകളെ കാണുന്നത്. പിന്നെ അവർ പറയുമായിരുന്നു, ആൻഡ് ലെറ്റ് എവറി മാൻ ഗെറ്റ് ഓഫ് ഹിസ് ഫെലോ മാൻസ് ബാക്ക്. വെൻ she was 68 years old, a high school student asked her, how do you approach old age? Helen replied, I cannot help smiling. ഓക്കെ, അപ്പോൾ ഒരിക്കൽ അവർക്ക് പിന്നെ 60 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു വിദ്യാർത്ഥി അവരോട് ചോദിച്ചു, നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ, എന്ത് തോന്നുന്നു, എന്താ ഇപ്പോൾ ഫീലിംഗ് ഉള്ളത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഐ കനോട്ട് ഹെൽപ്പ് സ്മൈലിംഗ്, എനിക്ക് ചിരിക്കാതിരിക്കാനേ കഴിഞ്ഞില്ല എന്നൊരു മറുപടിയാണ് ഹെലൻ പറയേണ്ടത്. ഐ ഹാവ് ഡിക്ലെയർഡ് ദീസ് മെനി ഇയേഴ്സ് ദാറ്റ് ദർ ആർ നോ ഏജ് ടു ദ സ്പിരിറ്റ്. അപ്പോൾ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഊർജം, ഒരു മനുഷ്യൻ പ്രവർത്തിക്കാനുള്ള ഓജസ്, അതിന് പ്രായം ഒരു വിലങ്ങുതടിയല്ല. ഏജ് സീംസ് ടു ബി ജസ്റ്റ് അനദർ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്. ഇനി ഹെലനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഫിസിക്കലായ ശാരീരികമായിട്ടുള്ള ഒരു തടസ്സം തന്നെയായിരുന്നു ഈ ഒരു എന്താ പറയുക, പിന്നെ കണ്ണ് കാണാനും അതുപോലെ കാത് കേൾക്കാനും കഴിയാതിരിക്കുന്ന അവസ്ഥ. ഓക്കെ, ആൻഡ് ഏജ് സീംസ് ടു ബി ജസ്റ്റ് അനദർ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്. അവർക്ക് ഏജും അവർക്കൊരു പ്രയാസമായിരുന്നു എന്നാണ് പറയേണ്ടത്. ഐ ഹാവ് ഓൾറെഡി ലിവ്ഡ് സോ ട്രയംഫൻ്റ്ലി വിത്ത് മൈ ലിമിറ്റേഷൻസ്. പക്ഷേ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഹെലൻ പറയുന്നത്. ഓക്കെ, ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹെർ വർക്ക് ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് ദ ഡെഫ്, അന്ധന്മാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ബധിരന്മാരായ ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള അവരുടെ അഥവാ ഹെലൻ കെല്ലറുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ ഹെലൻ കെല്ലർ വാസ് ഓണേർഡ് ബൈ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്. ലോകത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഹെലൻ കെല്ലറെ ആദരിക്കുകയുണ്ടായി. മാത്രമല്ല ഷീ ബിലീവ്ഡ് ദാറ്റ് ത്രൂ ദ ഡാർക്ക് ആൻഡ് സൈലന്റ് ഇയേഴ്സ് ഗോഡ് ഹാഡ് ബീൻ യൂസിങ് ഹെർ ലൈഫ് വിത്ത് പേർപ്പസ്. അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം തന്നെ ഒരു പ്രത്യേക ഡ്യൂട്ടി ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡ്യൂട്ടി പൂർണ്ണമായും താൻ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ബിക്കമിങ് സെലിബ്രിറ്റി, ഹെലൻ കെല്ലർ റിമെയിൻഡ് ഹംബിൾ ആൻഡ് മോഡസ്റ്റ്. മറ്റൊരു സ്ത്രീയെ പോലെ ഒരു എഴുത്തുകാരിയോ ലോകം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിത്തീരുക എന്നതിന് പകരം ഹെലൻ കെല്ലർ പലപ്പോഴും വളരെ വിനയമുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറാൻ, മാത്രമല്ല ആ രൂപത്തിൽ മാറാനാണ് അവർ ആഗ്രഹിച്ചത്. ഷി വാസ് ഒപ്റ്റിമിസ്റ്റ് ത്രൂ ഔട്ട് ഹെർ ലൈഫ്. അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഷീ ബിലീവ്ഡ് ദാറ്റ് ത്രൂ ദ ഡാർക്ക് ആൻഡ് സൈലന്റ് ഇയേഴ്സ് ഗോഡ് ഹാഡ് ബീൻ യൂസിങ് ഹെർ ലൈഫ് വിത്ത് പേർപ്പസ്. ഓക്കെ, ആൻഡ് ഹെലൻ കെല്ലർ ഡൈഡ് ഓൺ 1st of June 1968. 1968 ജൂണിലാണ് ഹെലൻ കെല്ലർ മരിക്കുന്നത്. She was cremated and the urn containing her ashes is kept by the side of the urn containing Annie Sullivan's ashes. അപ്പോൾ ആനി സള്ളിവൻ മരണപ്പെട്ട് അവരുടെ ചിതാഭസ്മം എവിടെയാണോ നിമജ്ജനം ചെയ്തത് അവിടെ തന്നെയാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു ചാണ് പോലും വ്യത്യാസമില്ലാതെ അവിടെ തന്നെയാണ് ഹെലൻ കെല്ലറിൻ്റെയും ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആനി സള്ളിവൻ ആഷസ്, ഈവൻ ഡെത്ത് കുഡ് നോട്ട് സെപ്പറേറ്റ് ദം. മരണത്തിന് പോലും അവരെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു പരമാർത്ഥം
ആ പരമാർത്ഥത്തോടു കൂടി ഈ ലെസന് ഇവിടെ അവസാനിക്കുകയാണ്. കണ്ടില്ലേ അല്ലേ? ഈ ലെസൺ നമുക്കറിയാം ഹെലൻ കെല്ലറിൻ്റെ ലൈഫ് ഹിസ്റ്ററിയാണ്. അവർ ജീവിതത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, ഒരു അധ്യാപിക വന്നപ്പോൾ ആ അധ്യാപികയെ അവരെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്, ആ അധ്യാപികയുമായിട്ട് ആത്മബന്ധം എങ്ങനെയാണ് വളർത്തിയെടുത്തത്, ആ ആത്മബന്ധം എത്ര വരെ ഉണ്ടായിരുന്നു, അവസാനം മരിച്ചതിന് ശേഷം പോലും അവർക്ക് വേർപിരിയാൻ കഴിയില്ല, ആ രൂപത്തിൽ വരെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. ഇതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാളെ ഞാനൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.